തമിഴ്നാട് കേരള മുഖ്യമന്ത്രിമാർ ഒരുമിച്ച് ഇപ്പോൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട് കേരള മന്ത്രിമാരും ആ ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട്. മന്ത്രി സജി ചെറിയാനുണ്ട്, മന്ത്രി VN വാസവനുണ്ട്, ഫ്രാൻസിസ് ജോർജ് MP ഉണ്ട്. അങ്ങനെ നേതാക്കളെ അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് നടക്കേണ്ടത്. തമിഴ്നാട് കേരള മുഖ്യമന്ത്രിമാർ ഇപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് മന്ത്രി ദുരൈമുരുകൻ കൂടി ഇപ്പോൾ ഈ സംഘത്തിനൊപ്പമുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ടോബി ജോൺസൺ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ടോബി, അപ്പോൾ ഇനി ഉദ്ഘാടനം? തീർച്ചയായിട്ടും ചരിത്രപരമായിട്ടുള്ള ഒരു ചടങ്ങായി തന്നെയാണ് രണ്ട് സംസ്ഥാന സർക്കാരുകളും ഇതിനെ കാണുന്നത്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ചടങ്ങ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളാണ് സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ നടത്തുന്നത്. അത് അടുത്ത വർഷമാണ്, അടുത്ത കുറച്ചു നാൾ കൂടി കഴിഞ്ഞാണ് അത് സമാപിക്കുന്നത്. എന്നാൽ തമിഴ്നാട് സർക്കാർ അവരുടെ ആഘോഷങ്ങളുടെ അവസാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ തന്റെ സ്മാരകം ഉദ്ഘാടനം നടത്തുന്നത്. നവീകരിച്ചത് ഏകദേശം 8,14,00,000 രൂപ മുടക്കിയാണ് ഈ സ്മാരകം നവീകരിച്ചത്. 84 സെന്റ് സ്ഥലം ഈ വൈക്കച്ച പണ്ട് MGRന്റെ കാലത്ത് വാങ്ങിയിരുന്ന അവിടെയാണ് ഈ സ്മാരകം ഉണ്ടായിരുന്നത്. അതാണ് വിപുലമായി നവീകരിച്ചത്. ഗ്രന്ഥശാല, അതുപോലെ തന്നെ ടോബി ജോൺസൺ ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നവീകരിച്ച പെരിയാർ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. കേരള തമിഴ്നാട് മന്ത്രിമാരും അവിടെയുണ്ട്. തമിഴ്നാട് മന്ത്രിമാരായ AV വേലുണ്ട്, ദുരൈമുരുകനുണ്ട്, ഒപ്പം ദ്രാവിഡ കഴകത്തിന്റെ അധ്യക്ഷൻ K വീരമണി അടക്കം അവിടെ ഉണ്ട്. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ, മന്ത്രി സജി ചെറിയാനുണ്ട്, മന്ത്രി VN വാസവനുണ്ട്, K ഫ്രാൻസിസ് ജോർജ് MP ഉണ്ട്. അങ്ങനെ ആ നേതൃനിര മുഴുവൻ അവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണുവും ഇപ്പോൾ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ് കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ. അപ്പോൾ അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തും. നിലവിൽ ഈ പുഷ്പാർച്ചന നടന്ന ശേഷം അവിടെ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാത്രമാണ് ഈ ഉദ്ഘാടനം, ഈ സാംസ്കാരിക പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം. ഇരു മുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരും ഇങ്ങോട്ടേക്ക് ഒരു 10:30 എത്തും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിലവിൽ അവിടുത്തെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും എത്തുക. ഒപ്പം ഈ സ്മാരകത്തിനകത്ത് ലൈബ്രറി അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അതടക്കം നിലവിൽ സന്ദർശിക്കാനുള്ള സാധ്യതയുമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണ്. EV രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്ന ആ പേര് വീണ്ടും കാലത്തിനൊപ്പം അടയാളപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ഇത്തരത്തിലൊരു പരിപാടി അതുവഴി ഉദ്ദേശിക്കുന്നത്. അത്തരം നിലപാടുകളാണ്. ഈ വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ നിർണായക ഘട്ടത്തിൽ മുൻനിര പോരാളികളെല്ലാം അറസ്റ്റിലായി ജയിൽവാസം ഭരിക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് ഈ സമരം ആര് നയിക്കുമെന്ന ചോദ്യത്തിന് EV രാമസ്വാമി നായ്ക്കരുടെ പേര് മുന്നോട്ട് വെക്കുകയും അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുകയും ഏകദേശം 1.5 വർഷത്തിലധികം കാലം അദ്ദേഹം വൈക്കം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ഒടുവിൽ ആ പോരാട്ടം വിജയിക്കുന്നതുവരെ അദ്ദേഹം അതിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം നടത്തിയ വിപ്ലവകരമായ പ്രസംഗങ്ങൾ ഇന്നും കാലാതീതമായി നിൽക്കുന്ന പ്രസംഗങ്ങളായിരുന്നു. തന്തൈ പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മലയാള നാടുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം അടുത്തിടപഴകി പ്രവർത്തിച്ചൊരു കാലഘട്ടം കൂടിയാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെത്. അന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകളും അദ്ദേഹം താമസിച്ച സ്ഥലങ്ങളും നടത്തിയ പ്രസംഗങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട സ്ഥലം ഈ വലിയ കവലം കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ സ്മാരകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് തമിഴ്നാട് സർക്കാർ അല്ലെങ്കിൽ നിയമസഭയിൽ ദുരൈമുരുകൻ എന്ന തമിഴ്നാടിന്റെ മന്ത്രി EV രാമസ്വാമി നായ്ക്കരുടെ ആ സ്മാരകം സംരക്ഷിക്കപ്പെടണം, അത് നമ്മുടെ ഉത്തരവാദിത്തമായി കണക്കാക്കണമെന്ന് അദ്ദേഹം തമിഴ്നാട് നിയമസഭയിൽ ഉന്നയിച്ചത്. പിന്നാലെയാണ് തമിഴ്നാട് സർക്കാർ ബന്ധപ്പെട്ട് അത്തരത്തിലൊരു സംരക്ഷണം, അതോടൊപ്പം ഈ സ്മാരകം, നേരത്തെ ആ സ്മാരകം അതത്ര ഇപ്പോൾ കാണുന്ന രീതിയിലായിരുന്നില്ല. ഇപ്പോൾ ആ സ്മാരകം മോദി പിടിപ്പിച്ച് ഒരു പുത്തൻ സാംസ്കാരിക കേന്ദ്രമായി മാറ്റാൻ തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ഒരുമിച്ച് ശ്രമിച്ചു. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. ഒരുപക്ഷെ സമീപ പ്രദേശങ്ങൾ, വൈക്കത്തിന്റെ സമീപ പ്രദേശങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാംസ്കാരിക കേന്ദ്രം ഉണ്ടോ എന്ന ചോദ്യത്തിന് അത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇരു മുഖ്യമന്ത്രിമാരും ഈ വേദിയിലേക്ക് എത്തും. വിഷ്ണു സുരേഷാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നവീകരിച്ച പെരിയാർ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോവുകയാണ്. തമിഴ്നാട് കേരള മുഖ്യമന്ത്രിമാർ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കും. അതിനുശേഷം ഇരുവരും വൈക്കം ബീച്ചിലെ പൊതുസമ്മേളന വേദിയിലേക്ക് എത്തും. കേരള തമിഴ്നാട് മന്ത്രിമാരുടെ സംഘവും ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ
കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ വേദി പങ്കിടാൻ പോകുന്നുണ്ട്. നേരത്തെയും വൈക്കത്ത് അവിടുത്തെ മറ്റൊരു പരിപാടിയിൽ നമ്മൾ കണ്ടതാണ്. 2 മുഖ്യമന്ത്രിമാരും വേദി പങ്കിട്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആ സ്മാരക മന്ദിരം തമിഴ്നാട് സർക്കാർ നവീകരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടേക്ക് എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കും. വൈക്കം കവലയിൽ 84 സെന്റിലാണ് ഈ തന്തൈ പെരിയാർ സ്മാരകം ഉള്ളത്. പെരിയാറിൻ്റെ പ്രതിമ അവിടെയുണ്ട്, മ്യൂസിയം ഉണ്ട്, ലൈബ്രറി ഇവിടെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ പെരിയാർ സ്മാരക മന്ദിരം നവീകരിച്ചിരിക്കുന്നു തമിഴ്നാട് സർക്കാർ. തമിഴ്നാട്ടിലെ 3 മന്ത്രിമാർ അവിടേക്ക് ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിമാരുടെ കൂടെയുണ്ട്. കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ പെരിയാറിൻ്റെ നവീകരിച്ച സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കാൻ പോകുന്നു. തമിഴ്നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തുള്ള വ്യക്തിയാണ് പെരിയാർ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനുള്ള ബന്ധം അത് സൂചിപ്പിക്കുക. ആ നിലയ്ക്ക് അത് തമിഴ്നാടിനും കേരളത്തിനും കൂടിയും ഒരു അഭിമാന നിമിഷം കൂടിയാണ് ഈ വൈക്കത്തെ ഈ സ്മാരക വേദി എന്ന് പറയുന്നത്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. നേരത്തെ പെരിയാറിൻ്റെ ഛായാചിത്രത്തിൽ 2 നേതാക്കളും പുഷ്പാർച്ചന നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ സ്മാരക മന്ദിരത്തിന് മുന്നിലേക്ക് എത്തിയത്. ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോകുന്നു.